ആലോചിച്ചാൽ എന്ത് കഷ്ട സാരംഗിന്റെ കാര്യം. മായാമഹേശ്വരി പേടിച്ച് രാത്രിയായിട്ടും ഓഫീസിൽ നിന്ന് ഇറങ്ങാതിരിക്കുക. ഇന്നലെ രാത്രി മായ ഓഫീസ് തുറന്നു രഞ്ജിത്ത് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചോ? ഓഫീസ് കാര്യങ്ങൾ പലതും രഞ്ജിത്ത് എന്നോട് പറയാറുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, മുൻപും. എന്തെങ്കിലും ഒരു പാളിച്ച വന്നോന്ന് അറിയാൻ തുടങ്ങുമ്പോഴേക്കും ഏകദേശം അടിത്തറയിൽ വിള്ളല് വീണിരിക്കും. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും? താൻ ഇതിലൊന്നും ചെയ്യാൻ പുറപ്പെടുകയൊന്നും വേണ്ട. സാരംഗിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ മായാമഹേശ്വരി കൊടുക്കും. മായാമഹേശ്വരിക്കുള്ളത് ദൈവം വെച്ചിട്ടുണ്ട്. ശരിയാ, പക്ഷെ എല്ലാം നടക്കുന്നത് എന്റെ മുമ്പിലാണല്ലോ. ചില നേരത്ത് തോന്നും മക്കളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാലോന്ന്. അവർക്ക് വെച്ച് വിളമ്പി സമാധാനമായിട്ട് എവിടെയെങ്കിലും കഴിയാലോ. താൻ ഇങ്ങോട്ട് പോവാനാ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഈ രഞ്ജിത്തിന്റെ ഉദ്ദേശം എന്താണാവോ? സാരംഗ ഓഫീസിലിരിക്കുമ്പോ രഞ്ജിത്തിന് ഇറങ്ങി പോകാൻ പറ്റുമോ? അവിടെ തനിച്ചല്ലേ അവിടെ? ഞാൻ തന്നെ കൊണ്ടുപോയി വിടട്ടെ? കുറച്ചു കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു നോക്കാം. രഞ്ജിത്ത് വരുന്നില്ലെങ്കിൽ എനിക്കൊരു വണ്ടി വിളിച്ചു തന്നാലും മതി. തന്നെ കൊണ്ടുവന്നാക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹോസ്പിറ്റലിലേക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പലതവണ ശ്രമിച്ചു. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് സാധിക്കണ്ടേ? ഈ വെറുതെ ഇരിപ്പ് എനിക്ക് വല്ലാതെ ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പിന്നെ താനത് ചിന്തിക്കടോ. തനിക്ക് തന്റെ പ്രൊഫഷനിൽ നിന്ന് അധികകാലമൊന്നും മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അവിടെ ചെന്ന ആളുകളുടെ പ്രശ്നത്തിലൊക്കെ ഇടപെടുമ്പോൾ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും. ഇപ്പൊ പലപ്പോഴും അതില്ല. വെല്ലുവിളിക്കാനും ഭീഷണി കേൾക്കാനും ഒക്കെ ഒരു ലൈഫ്, അങ്ങനെ തോന്നുക. അതെ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ തനിക്ക് ചുറ്റും ഇപ്പൊ ഉണ്ട്. വെറുതെ ഓരോന്ന് പറഞ്ഞ് താൻ ചെറുതാവണ്ട. മാക്സിമം താൻ പെട്ടെന്ന് ജോയിൻ ചെയ്യ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഞാനും ആ തീരുമാനത്തിലാ. ഞാൻ രഞ്ജിത്തിനൊന്ന് വിളിക്കട്ടെ. സാരംഗ്, നേരെ ഒരുപാടായി. താൻ പോയില്ലേ? സാരംഗ് നല്ല ടെൻഷനാണെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ എന്റെ ഓഫീസിൽ പാതിരാത്രി പോലും ഞാൻ ഭയക്കേണ്ടിയിരിക്കുന്നു. മായ ഇന്നലെ എന്തിനു ഓഫീസ് തുറന്നു എനിക്കറിയില്ല. ഇന്നത് ആവർത്തിക്കുമെന്ന് നിശ്ചയവുമില്ല. സെക്യൂരിറ്റി പുറത്തുണ്ട്. അയാളെ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. സാരംഗിന്റെ അനുമതിയില്ലാതെ ഓഫീസ് തുറക്കരുതെന്ന് പറഞ്ഞാൽ അയാളെ ചെയ്യില്ല. രഞ്ജിത്ത്, ബിസിനസ്സിൽ ഞാൻ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട്. അത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് മായയുടെ കാര്യത്തിൽ എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് തനിക്ക് നന്നായിട്ട് അറിയാം. സോ ഞാൻ ചിലത് കെയർ ചെയ്തേ പറ്റൂ. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. നോ, രഞ്ജിത്ത് പോയിക്കോളൂ. വേണ്ട സാരംഗ്, എനിക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാക്കി വെക്കരുത്. ഞാനിതൊരു കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നമായിട്ട് കാണുന്നില്ല. MD മാനേജർ എന്നല്ലാതെ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ട്. രഞ്ജിത്ത് പ്ലീസ്, ബന്ധങ്ങളുടെ കണക്ക് എന്നോട് പറയാതിരിക്കൂ. ഞാൻ ഈ അവസ്ഥയിലിരിക്കുന്നതിന് കാരണം ഞാൻ ഉണ്ടാക്കിയ ബന്ധങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. താൻ ഇറങ്ങിക്കോ. ഓക്കെ സാരംഗ്, പക്ഷേ എനിക്കല്പം പേടിയുണ്ട്. സാരംഗ് നേരത്തെ പറഞ്ഞതുപോലെ മത്സരം മായാമഹേശ്വരിയോട് ആയതുകൊണ്ട് ബി കെയർഫുൾ. മായാമഹേശ്വരി എന്തിനും മടിക്കില്ല. നിലവിട്ട ഞാനും. നാണക്കേടാക്കല്ലേ ആന്റി. കൊച്ചുങ്ങളോട് തോറ്റു പോരുതേ. നോക്കാടാ, ദേ കളിയും കഴിഞ്ഞ് കൈവേദന എടുത്ത് കിടക്കണ്ട രണ്ടാളും. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. ആന്റി ഞാൻ തോൽപ്പിച്ചിട്ടുള്ളൂ, ബാക്കി കാര്യം. മൈഥിലി, ഇവള് കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. നല്ല ബല. പിന്നെ ആന്റി എന്താ കരുതിയേ? ആന്റി ഇനി അമ്മയുടെ ഒന്ന് പിടിച്ചേ. പോടെ അവിടുന്ന്. ഓരോ കളിയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുക. എനിക്കൊന്നും വയ്യ. ചേച്ചി
ഒന്നുകൂടെ നോക്ക്. ആഹാ. മതി മതി, തൽക്കാലം ഒരാളെ തോൽപ്പിച്ച സന്തോഷം നിന്റെ മനസ്സിലുണ്ടല്ലോ, അതവിടെ കിടക്കട്ടെ. ആ രഞ്ജിത്ത്, എന്താ രഞ്ജിത്ത്, മുതലാളി പോന്നില്ലേ? ഇല്ല, സാരംഗ് അവിടെ തന്നെ ഇരിക്കുക. ഞാൻ കൂടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല. നിർബന്ധിച്ച് എന്നെ പറഞ്ഞേച്ചു. അതിലൊരു പ്രോബ്ലം ഇല്ല. ഇന്നലത്തെ പോലെ മായാമഹേശ്വരി രാത്രി കയറി വരികയോ മറ്റോ ചെയ്താൽ? ഞാൻ അതൊക്കെ അയാളോട് പറഞ്ഞു. പിന്നെ ശബ്ദം ഉയരുകയും കൽപ്പിക്കുകയൊക്കെ ചെയ്താല് എനിക്ക് പോന്നല്ലേ പറ്റൂ. സാരംഗിന്റെ സ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ല രഞ്ജിത്ത്? അമ്മ എന്താ അച്ഛനെ കൂട്ടിരിക്കാൻ പോകുന്നുണ്ടോ? അച്ഛനവിടെ ടെൻഷൻ ആണെങ്കിൽ അമ്മയ്ക്ക് എന്താ? ഒന്നും വിശേഷം ചോദിക്കണേന് എന്താ? അച്ഛനെ കുറിച്ച് ഒരു വിശേഷം അമ്മ ചോദിക്കണ്ട. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, കുടിച്ചു കഴിഞ്ഞു വരും. മതി മതി, വലിയ വിമർശനങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ അച്ഛനാ, അത് മറക്കണ്ട. വാടാ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല, അതാ പോയി കളഞ്ഞേ. അവര് സാരംഗിന്റെ ശത്രുക്കളാവാതിരിക്കാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവര് കാണുന്നതല്ലേ അവര് വിശ്വസിക്കൂ. അനാമിക, നമുക്കിറങ്ങാം. സത്യം പറഞ്ഞാ പെട്ടുപോയത് ഈ പാവാ. പാതിരാത്രിക്ക് മായാമഹേശ്വരി വിളിച്ചാ ഓടി വരണം. സാരംഗ് ഉറക്കം ഒഴിച്ചാൽ അതിനെ കൂട്ടിയിരിക്കണം. ഇയാളിനി എന്നാണ് അവ ഇറങ്ങിപ്പോവാ? ആ ഓഫീസില് സർവപ്രതാപിയായ സാരംഗിന്റെ പഴയ ഓർമ്മകളുണ്ട് എന്റെ മനസ്സില്. എന്തിനെ നേരിടാൻ ചങ്കുറപ്പുള്ള സാരംഗ് ഇന്ന് നേരം മറിച്ചും. കർമ്മഫലം, അതാണ് അതിന്റെ പേര്. മൈഥിലി, ഒരു 11 മണിക്ക് മുമ്പ് ശ്രീമാനിങ് എത്തിയാണെങ്കിൽ ഒന്ന് വിളിക്കണം. അത് കഴിഞ്ഞാ വേണ്ട. ആയിക്കോട്ടെ. മൈഥിലി, ഗുഡ് നൈറ്റ്. നടക്കാം. യാമി, എന്താ അച്ഛാ, എന്തു പറ്റി? അച്ഛാ, നിന്നെ ഞാൻ വിളിച്ചോ? അച്ഛന്റെ അവസ്ഥ കണ്ട പിന്നെ ഞാൻ വരില്ലേ? വരരുത്. ചിലപ്പോ ഇതിന്റെ അപ്പുറത്തേക്കുള്ള അവസ്ഥ വരും. ചിലപ്പോ നിന്ന നിപ്പി ഞാൻ മരിച്ചു വീഴും. പക്ഷെ നീ വരരുത്. പോ. അച്ഛ, എന്താ ഇത്? എന്നെ എന്തിനാ ഇങ്ങനെ ആട്ടിപ്പായിക്കുന്നേ? അച്ഛാ, കുറച്ചു നേരം സമാധാനായിട്ടെന്ന് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വേണ്ട. ഒരു കാലത്ത് നീ എനിക്ക് സ്വൈരം തന്നിട്ടില്ല. നിന്റെ ഇഷ്ടങ്ങൾക്ക് നീ ജീവിക്കുമ്പോ കീഴടങ്ങി തരികയായിരുന്നു ഞാൻ. ഒരു കാര്യത്തിലല്ല, ഒരുപാട് കാര്യങ്ങളിൽ. കുറച്ചു നേരം നിന്റെ മുമ്പില് സമാധാനത്തിൽ നിൽക്കാൻ നീ പറഞ്ഞു. എന്നിട്ട് നീ എന്തു പറയാ എന്നോട്? നീ തെറ്റുകാരിയല്ല, നിന്നെ ഉപേക്ഷിച്ചു പോയ അരുണാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരൻ, അല്ലേ? അങ്ങനെ ഞാൻ പറയില്ല. ഓ, അത്രയെങ്കിലും ഔദാര്യം കാണിച്ചല്ലോ. ഗംഭീരമായി. അച്ഛന് മരുന്ന് വല്ലതും വേണോ? വിഷം ഉണ്ടാവോ എടുക്കാൻ? അച്ഛനെയും ഭർത്താവിനെയും ഒക്കെ പേടിപ്പിക്കാൻ വേണ്ടി അതും ചിലപ്പോ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും. നിന്നെ പോലുള്ളവരുടെ കയ്യിൽ എല്ലാം ഉണ്ടാവും. അച്ഛാ, പ്ലീസ്. എന്റെ പ്രായത്തിനെങ്കിലും ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ നിന്ന് പോ. ഒരു വാക്ക് പോലും നീ എന്നോട് സംസാരിക്കാതിരുന്നാൽ ഞാൻ അത്രയ്ക്ക് പുണ്യം ചെയ്തിട്ടുണ്ടാവും. പ്ലീസ്. ഒരു പരീക്ഷണത്തിനും വയ്യാത്തൊരു പാവമാ ഞാൻ. എനിക്ക് ഒന്ന് സംസാരിക്കാൻ പോലും അവസരം തരാത്തതിനെ കുറിച്ച് അച്ഛൻ ഓർക്കും. ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും എന്നെ ഇങ്ങോട്ട് ശവിക്കുക. കുറച്ചു നേരം എനിക്കൊന്ന് ഒറ്റയ്ക്ക് നിൽക്കണമെന്നുണ്ട്. അതിനെങ്കിലും സമ്മതിക്കോ? ഞാൻ പൊക്കോളാം, അച്ഛൻ വിഷമിക്കണ്ട. ആർക്കും ഒരു ശല്യം ആവാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. സാരംഗ്, സാരംഗ്, സാരംഗ് ഇവിടെ ഉണ്ടോ? ആ എഴുന്നേറ്റില്ലേ? ആ
അറിയില്ല. എന്താ രഞ്ജിത്ത്? സാരംഗ് ഇന്നലെ രാത്രി ഇവിടെ എപ്പോഴാ വന്നത്? ഏകദേശം ഒരു 4 മണിയായിട്ടുണ്ടാവും. എന്തു പറ്റി? ഓഫീസിലൊരു പ്രോബ്ലം. പ്രോബ്ലോ? രാവിലെ സെക്യൂരിറ്റി ഒന്ന് ഓഫീസ് തുറന്നു നോക്കുമ്പോ അതിനകത്തൊരു ഡെഡ് ബോഡി കിടക്കുന്നു. ഓഫീസിനകത്തോ? എന്തൊക്കെയാ രഞ്ജിത്തി പറയുന്നത്? സത്യമാണ്. മരിച്ചതൊരു പുരുഷനാ. എന്നിട്ട് അന്വേഷിക്കേണ്ട വിധത്തിലൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ? എല്ലാ അന്വേഷണവും കഴിഞ്ഞു. മൈഥിലി അയാളെ ഒന്ന് വിളിക്ക്. സാരംഗ്, സാരംഗ്, സാരംഗ്. കിടന്നുറങ്ങാനും സ്വസ്ഥ തരില്ല. രഞ്ജിത്ത് വന്നിട്ടുണ്ട്. സോ വാട്ട്? അയാൾ അവിടെ വെയിറ്റ് ചെയ്യല്ലോ. സാരംഗ്, ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു. രഞ്ജിത്ത് പുറത്തുണ്ട്. വേണ്ട വേണ്ട, തൽക്കാലം ഒരു മീറ്റിംഗ് വേണ്ട. ഞാൻ വിളിക്കാം. രഞ്ജിത്ത്, എന്താ അവിടെ സംഭവിച്ചത്? രാവിലെ പതിവ് പോലെ സെക്യൂരിറ്റി ഒന്ന് ഓഫീസ് തുറന്നു. ഓഫീസിന്റെ നടുത്തളത്തിലെ ബോഡി കിടന്നിരുന്നത്. താൻ അങ്ങോട്ട് പോയില്ലേ? ഇല്ല. വിവരം പറയാൻ വേണ്ടി പല തവണ ഞാൻ സാരംഗിനെ ഫോണിൽ വിളിച്ചു. കിട്ടാതായപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇതാരോ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക? പോലീസ് ഉടനെ അവിടെ എത്തും. നമ്മൾ അവിടെ ഉണ്ടായേ പറ്റൂ. ഇതിലെന്തോ ചതിയുണ്ട്. നമ്മളെ ഇല്ലാതാക്കാനുള്ള ചതി. ഇത് ചെയ്തവൻ ആരായാലും അവനെ ഞാൻ വെറുതെ വിടില്ല. ഞാനൊന്ന് റെഡി ആവട്ടെ. രഞ്ജിത്ത്, ഓഫീസിന്റെ താക്കോല് സെക്യൂരിറ്റിയാണോ സൂക്ഷിക്കുന്നത്? അത് കുറെ നാളായിട്ട് അങ്ങനെയാ. അയാളൊരു വിശ്വസ്തനുമാ. ഇനിയിപ്പോ ഇതാകെ പ്രശ്നവും. ഹലോ? ഇല്ല, വിത്തിൻ 10 minutes ഞാനും സാരംഗും അവിടെ എത്തും. അതുവരെ നിങ്ങളൊന്ന് മാനേജ് ചെയ്യുക. ആളുകൾ വല്ലാതെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഓ, ഇവിടെ എന്നെ തിരക്കി ആരെങ്കിലും വന്നാ അവരോട് കൂടുതൽ വിശദീകരണത്തിനൊന്നും നിൽക്കണ്ട, കേട്ടല്ലോ. ഇത് വളരെ വിചിത്രമായ ഒരു സംഭവമാണ് സാരംഗ്. സംഭവിച്ചിരിക്കുന്നത് പൂട്ടിക്കിടന്ന നിങ്ങളുടെ ഓഫീസിനകത്താണ്. സർ, ഞാനിന്നലെ രാത്രി കുറേ സമയം ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് നിങ്ങൾ തനിച്ചാണോ, അതോ വേറെ ആരെങ്കിലും? ഞാൻ തനിച്ചല്ല. സെക്യൂരിറ്റി മണിയനും ഉണ്ടായിരുന്നു. അയാൾ ഓഫീസ് പൂട്ടുന്നവരെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് ഓഫീസ് തുറന്നിരിക്കുന്നത് സെക്യൂരിറ്റി അല്ലേ? ഒരുപക്ഷെ രാത്രി വൈകിപ്പോയതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ സ്റ്റാഫ് കുമാറിന്റെ കൈവശം അയാൾ താക്കോൽ കൊടുത്തുവിട്ടത്. സെക്യൂരിറ്റി മണിയനെ വിളിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പെട്ടെന്ന് വേണം. ഓക്കെ സർ. സർ, ബിസിനസ് ലോകത്ത് പലരും ഇതിപ്പോൾ ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വളർച്ചയിൽ അസ്വസ്ഥരായ പലരും ഉണ്ട്. എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉത്തരവാദികളെ പെട്ടെന്ന്... അതാണല്ലോ ഞങ്ങളുടെയും താല്പര്യം. ആഘോഷിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ തന്നെ ചർച്ചാ വിഷയമായല്ലോ. ഹലോ സാർ, ഞാൻ സ്പോട്ടിലുണ്ട് സാർ. ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ ഡീറ്റെയിൽസ് തരാം സാർ. അതെ സാർ, ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഓക്കെ സാർ, ശരി. SP, സോഷ്യൽ അറ്റൻഷൻ കേസ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട്. എന്താ വേണ്ടെന്ന് സാറ് പറഞ്ഞാൽ മതി. സർ, പേഴ്സണലി ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ഡീറ്റെയിൽസ് സാറിന് കുറേയൊക്കെ അറിയാമായിരിക്കും. ഈ ഒരു സംഭവം എന്നെയും എൻ്റെ ബിസിനസ്സിനെയും വളരെ ദോഷമായിട്ട് ബാധിക്കും. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. എനിക്കും എൻ്റെ കമ്പനിക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇതൊന്ന്... അന്വേഷണം നന്നായി നടത്താമെന്ന് എനിക്ക് വാക്കുതരാൻ പറ്റും. അത് ആരെയൊക്കെ ബാധിക്കും, ആരെയൊക്കെ ബാധിക്കില്ലെന്ന് ഐ ഹാവ് നോ ഗ്യാരണ്ടി.
മായാമഹേശ്വരിയും നിങ്ങളും ഇപ്പോൾ ശത്രുക്കളാണല്ലേ? അല്ലേ? അതെ സർ. നമുക്ക് നോക്കാം. ആളാരാണെന്ന് ആർക്കും അറിയില്ല സാരംഗ്. സെക്യൂരിറ്റി എപ്പോൾ എത്തും? പുറപ്പെട്ടു കഴിഞ്ഞു. എന്റെ ഭയം വെറുതെ ആയില്ല, പൂട്ടിക്കളഞ്ഞു പരിപൂർണമായിട്ടും. ചെറിയ പ്രശ്നമല്ലല്ലോ മൈഥിലി, ഇതൊരു ഇഷ്യൂ ആവില്ലേ? ഓൾറെഡി ഇതൊരു ഇഷ്യൂ ആയില്ലേ? ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു. എന്നാലും ഒരാളെ കൊന്ന് ഓഫീസിന്റെ അകത്ത് കൊണ്ട് ഇടുകയെന്നൊക്കെ പറഞ്ഞാല് ഇതിന്റെ പിന്നിൽ ആരായിരിക്കും? എനിക്കാണെങ്കിൽ ചിന്തിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. സാരംഗ് ഇന്നലെ വന്നപ്പോൾ 4 മണിയായി. ആ നേരം വരെ ഓഫീസിലായിരുന്നു എന്നാ പറഞ്ഞത്. അത് തന്നെ ഏറ്റവും വലിയ കുഴപ്പമല്ലേ? പോലീസ് അന്വേഷണത്തില് സാരംഗ് കുടുങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. മരിച്ച ആൾ ആരാണെന്ന് വ്യക്തമായാലേ കാര്യങ്ങൾക്കൊരു ഉത്തരം കിട്ടൂ. സാരംഗിന് ഒരാളെ കൊല്ലാനുള്ള മനസ്സൊക്കെ ഉണ്ടോ? മറ്റൊരാളെ കൊല്ലാനുള്ള മനസ്സുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓഫീസിന്റെ നിയന്ത്രണത്തിന് വേണ്ടി മായാമഹേശ്വരിയും സാരംഗും തമ്മിൽ മത്സരം നടക്കുക. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതും ആവാം. ഓഫീസിലൊരു ഇഷ്യൂ ഉണ്ടായാല് അത് രണ്ടുപേരെയും ബാധിക്കുന്ന കാര്യമല്ലേ? സാരംഗിന് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മായാമഹേശ്വരി സ്വന്തം സമ്പത്ത് നഷ്ടപ്പെടുത്തൂ. ഇവരുടെയൊക്കെ ചിന്ത എവിടം വരെ പോകുന്ന നമുക്ക് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റില്ല. ഒരാളെ തോൽപ്പിക്കണം തീരുമാനിച്ചാൽ അവരേത് വഴിയും സ്വീകരിക്കും. ഞാൻ രഞ്ജിത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല. അവിടെ അന്വേഷണത്തിന് തിരക്കായിരിക്കും. എനിക്കതല്ല പേടി. ഈ കൊലപാതകത്തിന്റെ അന്വേഷണത്തിനൊന്നും പറഞ്ഞ് ഇവിടെ ആരെങ്കിലും കയറി ഇറങ്ങുമെന്നാ. ഇവിടെ വരേണ്ട കാര്യം എന്താ? പോലീസ് അന്വേഷണത്തിന്റെ റൂട്ട് തീരുമാനിക്കുന്നത് നമ്മളാണോ? വേണമെങ്കിൽ ശത്രുത തീർക്കാൻ ഇത് ഞാൻ ചെയ്തതാണെന്ന് മായാമഹേശ്വരി പോലീസിനോട് പറഞ്ഞാലോ? അങ്ങനത്തെ മണ്ടത്തരമൊന്നും ചെയ്യില്ല. ഇവിടെ ആരും വരാനും പോകുന്നില്ല. കുറേയൊക്കെ അനുഭവിക്കണം. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതല്പം ക്രൂരമായിപ്പോയി അല്ലേ? സാരംഗ് ഇത് എങ്ങനെ ഓവർകം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അയാളുടെ തകർച്ചയുടെ ആഴം ഇതിലൂടെ ആയിരിക്കും. സകല സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നൊരു കുടുംബമാണ് അയാൾ നഷ്ടപ്പെടുത്തിയത്. അതിനുശേഷം ഒരു നിമിഷം സ്വസ്ഥത എന്താന്ന് അയാൾ അറിഞ്ഞിട്ടില്ല. ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റട്ടെ സാർ? ഓക്കെ, ശരി. സെക്യൂരിറ്റി. എത്ര നാളായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 5 വർഷമായി സാർ. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യയും 2 മക്കളും. മക്കൾ പഠിക്കുവാണോ? അതെ സാർ. കുടുംബം നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള ശമ്പളമൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടോ? ഉണ്ട് സാർ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. സാധാരണ രാവിലെ നിങ്ങളല്ലേ ഓഫീസ് തുറക്കുന്നത്, ഇന്നെന്ത് പറ്റി? അത് സാർ, ഞാൻ ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട്. ലേറ്റായെന്ന് പറഞ്ഞാൽ എത്ര മണിയായി കാണും? ഒരു 3:45 സാർ. മിസ്റ്റർ സാരംഗ്, നിങ്ങൾ എന്നോട് പറഞ്ഞ കണക്കനുസരിച്ച് 12 മണിക്ക് മുൻപ് നിങ്ങൾ ഇവിടുന്ന് പോയി. നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇയാൾ ഓഫീസ് പൂട്ടുകയായിരുന്നെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഇയാൾ 3:45 എന്ന് പറയുന്നു. MD പോയതിനു ശേഷവും താൻ ഈ ഓഫീസിൽ തുടരുകയായിരുന്നോ? ഇവിടെ 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 12 മണിക്ക് മുമ്പ് സാറിനോടൊപ്പം ഞാനും ഇവിടുന്ന് ഇറങ്ങി. 3 മണിയായപ്പോൾ സാറിനെ വീണ്ടും വിളിച്ചു. അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കൊന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞാണ് സാർ 3:45 ഇവിടുന്ന് പോയത്. ഓക്കെ, 3 മണിക്ക് ഇവിടെ വന്ന് ഓഫീസ് തുറന്നോ? അതെ സാർ. ആ സമയത്ത് ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ. തൽക്കാലം താൻ പൊയ്ക്കോ, എനിക്ക് ഇനിയും കാര്യങ്ങൾ അറിയാനുണ്ട്. സാരംഗ്, ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം, കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് പോലും ആയില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അല്പം പ്രശ്നത്തിലാവുകയാണല്ലോ. സെക്യൂരിറ്റിയെ 2ാമത് വിളിച്ച് ഓഫീസ് തുറപ്പിച്ച കാര്യം
നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സാർ, അത് ആക്ച്വലി ഞാനത് വിട്ടുപോയി. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നടന്നിട്ട് ഇന്നലെ രാത്രി നടന്നൊരു സംഭവം നിങ്ങൾ മറന്നിരിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? സർ പ്ലീസ്, തലേ ദിവസം എൻ്റെ പാർട്ണർ മായ മഹേശ്വരി അർദ്ധരാത്രി ഓഫീസ് തുറന്നിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിൽ ചെറിയ വടംവലികൾ നടന്നിരുന്നു. ഇന്നലെ അത് ആവർത്തിക്കുമെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ തന്നെ ഇരുന്നത്. പിന്നീട് ഞാൻ വീട്ടിൽ പോവുകയും ചെയ്തു. ഉറങ്ങാൻ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേഴ്സണൽ ലാപ്ടോപ്പ് ഇവിടെ ഓഫീസിലാണെന്നുള്ള കാര്യം ഞാൻ ഓർത്തത്. സോ എൻ്റെ പേടി കാരണം അപ്പം തന്നെ ഞാൻ അയാളെ വിളിച്ചു വരുത്തി അവിടുന്ന് പോരുകയായിരുന്നു. സംഗതി വളരെ ദുരൂഹമാണ്. ഐ ആം സോറി സാരംഗ്. നിങ്ങളെപ്പോലും സംശയത്തിന്റെ നിഴലിൽ നിർത്താനേ എനിക്കിപ്പോ പറ്റൂ.